ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കക്ക റോസ്റ്റാണ്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചെയ്യേണ്ടത് കക്കയിറച്ചി ഒന്ന് വേവിച്ചെടുക്കലാണ്. അതിന് വേണ്ടി കുക്കറിലേക്ക് ഞാൻ 1/2 കിലോ കക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കക്കയിറച്ചി എന്ന് പറയുമ്പോൾ നല്ല വേവുള്ളതാണ്. അതുകൊണ്ട് ഒരു 6 വിസിലോളം നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ 6 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ റോസ്റ്റ് ആക്കാൻ വേണ്ടി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത്, 12 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. ഇതൊരു 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആവുന്ന വരെ വഴറ്റിയെടുക്കാം. ഈ തേങ്ങാക്കൊത്തൊക്കെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കണം. ഒരു 14 ചെറുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ മീഡിയം സൈസുള്ള 2 സവോള ചേർക്കുന്നുണ്ട്. ഗ്രേവിയിലേക്ക് മാത്രമുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്ന വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള എല്ലാം നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം അതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കാരണം ആ ഒരു റോ സ്മെല്ല് മാറി കിട്ടാൻ വേണ്ടിയാണ്. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ആദ്യമേ കക്കയിറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം മസാലയിലേക്കുള്ള ഉപ്പ് ഉണ്ടോയെന്ന് നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച കക്കയിറച്ചി ചേർത്ത് കൊടുക്കണം. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ടാവും. അതും കൂടെ ചേർത്ത് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ടൊരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കണം. ഈ മസാല എല്ലാം ആ കക്കയിറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.